അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. നമ്മുടെ ക്ലാസ്സിൻ്റെ 18ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ലോകത്തുള്ള മശായിഖന്മാരിലൂടെ ഈ ലോകത്ത് മഅരിഫത്തിൻ്റെ രഹസ്യം എങ്ങനെയാണ് വെളിവാക്കിയത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അവിടെ ഇമാം ഖുത്ബു ശഅറാനി റളിയല്ലാഹു അൻഹു ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാനങ്ങളിലൂടെ നമ്മളെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. വഖാല ഫിൽ ബാബിൽ ഖാമിസ്, ഫുതുഹാത്തുൽ ഇലാഹിയയിലെ 5ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ വിഷയമാണ് ഇന്ന് നമ്മളുടെ ചർച്ച. അവിടെ പറയാണ്, ഇഅ്ലം, നീ അറിയണം, അന്ന ആദമ അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാമിലുൽ ലിൽ അസ്മാ, അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ വാഹകനായിരുന്നു. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ, ഖലീഫയായിട്ട് ഈ ലോകത്ത് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിലനിർത്തിയപ്പോൾ ആ നിലനിർത്തലോടുകൂടെ അല്ലാഹു തആലാന്റെ അസ്മാഉകളെ മുഴുവനും അള്ളാഹു വെളിവാക്കി കൊടുത്തു എന്നാണല്ലോ ചരിത്രം. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങളുടെ വാഹകനായി ഈ ലോകത്ത് വന്ന ആളാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാമിലുൻ ലി മആനി തിൽക്കൽ അസ്മാഇല്ലത്തി ഹമലഹ ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഹിച്ചതായ ആ മൊത്തം അസ്മാഉകളുടെ ആശയങ്ങൾ യഥാർത്ഥമായ രീതിയിൽ വഹിക്കുന്ന വാഹകനായിട്ട് വന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാളും അതിൻ്റെ യാഥാർത്ഥ്യ തലങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഏറ്റവും ഉത്തമമായ മഹത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ് ഇബ്നു അറബി തങ്ങളുടെ വീക്ഷണം. വഹിയൽ മുറാദു ബി ഹദീസി ഊതീതു ജവാമിഉൽ കലിം, ഇതാണ് എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങളും അവയുടെ യാഥാർത്ഥ്യങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് എന്നാ. നാമങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ നാമങ്ങൾ നിലനിന്നതായ ആ സത്തയാകുന്ന ദാത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സംശയം വന്നേക്കാനും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ആ അസ്മാഉകളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിട്ടില്ലേ? ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഓരോന്നിനും ഓരോ മികവുണ്ടാവും. ഓരോ മഹാരഥന്മാരും ഓരോ വിഷയത്തിൽ മികച്ചു നിൽക്കും. അപ്പൊ 4 ഖലീഫമാരെ കുറിച്ച് നമ്മൾ പറയലെന്താ? 4 ഖലീഫമാര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാന ലോകം അടുത്തവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഫനാ ആയി നിന്നവരുമാണ്. പക്ഷെ മഹാരഥന്മാർ അവിടെ പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹഖീഖത്തിൽ മികച്ചു നിന്ന ആളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ശരീഅത്തിൽ മികച്ചു നിന്ന ആളായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ത്വരീഖത്തിൽ മികച്ചു നിന്ന ആളായിരുന്നു. അലി റളിയല്ലാഹു അൻഹു മഅരിഫത്തിൽ മികച്ചു നിന്ന ആളായിരുന്നു. 4 പേർക്കും ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഓരോന്നിനും ഓരോ മികവുണ്ടാവും. എന്നതുപോലെ അള്ളാഹുവിന്റെ മൊത്തം അസ്മാഉകളെ വഹിക്കുന്നവരായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ലോകത്ത് എന്ത് ചെയ്തു? അസ്മാഉകളുടെ മികവിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരെക്കാളും മികച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ അസ്മാഉകളുടെ യാഥാർത്ഥ്യങ്ങളുടെ അതിൻ്റെ ഓരോന്നിൻ്റെയും ആശയതലമാകുന്ന അത് ഉൾക്കൊണ്ടതായ ദാത്തിനെ പരിപൂർണമായിട്ട് വഹിച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. ഇതുകൊണ്ട് നമ്മൾ മറ്റൊരാളെ കൊച്ചാക്കലൊന്നുമില്ല. ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം പറഞ്ഞില്ലേ, ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. എല്ലാ അമ്പിയാക്കളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ മേലെയാണ്.
ആ അമ്പിയാക്കളൊന്നും മുത്തുനബിയോട് വിജ്ഞാനത്തിന്റെ വിഷയത്തിലോ ഔദാര്യത്തിന്റെ വിഷയത്തിലോ അടുക്കുക പോലും ചെയ്തിട്ടില്ല എന്നാ ഇമാം ബുസൂരി തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാന ലോകത്തെ സംബന്ധിച്ച് എന്ത് ചെയ്തത് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അറിയണമെന്ന്, അള്ളാഹു ഈ ലോകത്ത് വെളിപ്പെടണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു സൃഷ്ടികളെ വെളിവാക്കി. അതിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിൽ നിന്ന് പടക്കപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ലോകത്ത് വെളിവാക്കിയിട്ട് അള്ളാഹുവിന്റെ മൊത്തം അസ്മാഉകളെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഈ ലോകത്ത് എന്ത് ചെയ്തു, പ്രകടമാക്കി. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അസ്മാഉകളിൽ മികച്ചു നിന്ന ആളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അസ്മാഉകളുടെ യാഥാർത്ഥ വശങ്ങളെ മനസ്സിലാക്കി, അസ്മാഉകൾ ഉത്ഭവിക്കുന്ന ആ കേന്ദ്രത്തെ യഥാർത്ഥമായിട്ട് വഹിച്ച ആളാണെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് പറയാ, മൻ അസ്ന അലാ നഫ്സിഹി ഫഹുവ അംകനു വ അതമ്മു മിമ്മൻ അസ്ന അലൈഹി. സ്വയം തന്നെ പുകഴ്ത്തുന്ന ഒരാള്, മഹാനവറുകൾ ഇതിനെ കൊണ്ടുവരാ. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ലോകത്ത് ഈ ആശയം മനസ്സിലാക്കാൻ പറ്റുക? അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെയും അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ചും അറിയണം. അങ്ങനെ അള്ളാഹുവിന്റെ അസ്മാകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും അള്ളാഹുവിന്റെ ദാത്തും പരിപൂർണമായിട്ട് വഹിച്ചതായ പ്രവാചക ലോകത്തിലേക്ക് എങ്ങനെ നമുക്ക് കടക്കാൻ പറ്റും എന്നുള്ള വലിയൊരു വീക്ഷണത്തിലേക്ക്, വലിയൊരു അനുഭവ ലോകത്തിലേക്ക്, താൻ അടുത്തറിഞ്ഞ വലിയൊരു അനുഭവ ലോകത്തിലേക്ക് ഇവിടെ കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇബ്നു അറബി തങ്ങൾക്ക് ഇത് പറയേണ്ടിയില്ലായിരുന്നു. ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിനെ ലോകത്ത് ഇത് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതൊക്കെ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമായതുകൊണ്ട് ലോകത്ത് അംഗീകരിച്ച ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ഇത് വളരെ വ്യക്തമായി നമ്മളോട് എന്ത് ചെയ്യാണ്, പറഞ്ഞു തരാണ്. അപ്പൊ സ്വയം തന്നെ പുകഴ്ത്തുന്നവൻ ഫഹുവ അംകനു വ അതമ്മു മിമ്മൻ അസ്ന അലൈഹി, കൂടുതൽ ശക്തമായും പൂർണ്ണമായും ആ പുകഴ്ത്തുന്നവനെ സംബന്ധിച്ച് അറിയുന്നവനാണ്. ഞാൻ എന്നെ കുറിച്ച് പുകഴ്ത്തുമ്പോൾ എന്നിൽ ഉള്ളത് മറ്റുള്ളവരെക്കാളും കൂടുതൽ അറിയുന്നവൻ ഞാനാണ് എന്ന നിലക്കാണ് എന്നെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നത്, പുകഴ്ത്തുന്നത്. അള്ളാഹു താല അള്ളാഹുവിനെ സംബന്ധിച്ച് പുകഴ്ത്തുന്നത് അള്ളാഹുവിലുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പുകഴ്ത്തുന്നത് മുത്തുനബിയിലുള്ളത് മുത്തുനബിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ, മുത്തുനബിയിലുള്ളത് മുത്തുനബിക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക എന്നുള്ളത് കൊണ്ടാണ്. എന്നാ ഇല്ലാ അൻ യകൂനൽ മുസ്നി ഹുവല്ലാഹു തആല, ആ പുകഴ്ത്തൽ അള്ളാഹു തന്നെയായി മാറുമ്പോൾ അവിടെ വ്യത്യാസം വരും. അള്ളാഹു തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് പറഞ്ഞത്. ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അള്ളാഹു ആനോളം എന്ത് ചെയ്തിട്ടുണ്ട്, പുകഴ്ത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതിൽ നിന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇവിടെ അസ്മാ എന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾ മാത്രമല്ല, മറിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിക്കപ്പെട്ട നാമങ്ങളുടെയും അവയുടെ യഥാർത്ഥങ്ങളെയും ഒരു വിശാലമായ ആത്മീയപരമായ ഒരു ആശയം ഇവിടെയുണ്ട്. ആ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് ഈ ലോകത്ത് കൂടുതൽ പ്രചാരം നേടിയതും കൂടുതൽ ആളുകൾ അനുഭവിച്ചറിഞ്ഞതും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഈ വാക്കിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അള്ളാഹു തആല തന്നെ ഒരാളെ പുകഴ്ത്തുമ്പോൾ അവിടെ അർത്ഥം മാറുന്നുണ്ട്, വ്യത്യസ്തമാകുന്നുണ്ട്. ഏതുപോലെ യഹ്യാ നബിയെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അള്ളാഹു തആല പുകഴ്ത്തിയിട്ടുണ്ട്. വസ്സലാമുൻ അലൈഹി എന്ന് പറഞ്ഞിട്ട് സൂറത്തു മറിയമിൽ കാണാം. അവിടെ കാണാം വസ്സലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. ശാന്തിയും സമാധാനവും ഉണ്ട് പ്രസവിക്കപ്പെട്ട ദിവസവും ഇനി മരണപ്പെടുന്ന ദിവസവും വഫാത്താകുന്ന ദിവസവും, അതുപോലെ തന്നെ യൗമ യുബ്അസു ഹയ്യാ ഇനി പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസവും എന്നും സമാധാനത്തിലാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവിടെ പറയാണ് യഹ്യാ നബിയെ കുറിച്ച്. ഈസാ നബിയെ കുറിച്ച് പറഞ്ഞതോ വസ്സലാമു അലയ്യ, പ്രസവിച്ച് വീഴുമ്പോ തന്നെ ഈസാ നബി പറഞ്ഞതിനെ കുറിച്ച് അള്ളാഹു പുകഴ്ത്തുന്നുണ്ട്. എന്താ? എന്റെ മേൽ എന്തുണ്ട്? സമാധാനമുണ്ട്. യൗമ ഉലിത്തു, ഞാൻ പ്രസവിക്കപ്പെട്ടത് മുതലും ഞാൻ വഫാത്തായതും ദിവസവും ഉണ്ടാവും. ഇനി വയൗമ യുബ്അസു ഹയ്യ, എന്നെ പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസവും ഉണ്ടാവും.
അപ്പൊ അള്ളാഹു തആല തന്നെ ഒരാളെ പുകഴ്ത്തുമ്പോൾ അവിടെ വ്യത്യസ്തത മാറുന്നുണ്ട്. അതിന്റെ ആന്തരികമായ വശം ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടും അവർക്ക് മഹത്വമുള്ളത് കൊണ്ടാണ്. അള്ളാഹു ഒരാളെ പുകഴ്ത്തുമ്പോൾ അത് വെറും പുകഴ്ത്തലാണെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കാൻ പറ്റൂല. ആ വ്യക്തിയുടെ യഥാർത്ഥമായ അവസ്ഥ അള്ളാഹുവിനെ പൂർണ്ണമായി അറിയുന്നത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, സ്തുതിക്കുന്നത് എന്നാണ് മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാഉകളെ വഹിച്ചുകൊണ്ട് ഈ ലോകത്ത് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി അവരിലുള്ള അസ്മാഉകളും അവരിലുള്ള സിഫത്തുകളും അള്ളാഹുവിൻ്റെതാണ് എന്ന് ഈ ലോകത്ത് പ്രകടമാക്കി തന്ന ആളുകളിൽ അത്യുത്തമരാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവരെക്കാളും എത്രയോ മുകളിലാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അസ്മാഉകളുടെ യഥാർത്ഥമായ സത്തയാകുന്ന ദാത്തിനെയും കൂടി മനസ്സിലാക്കിയതായ ആളായിട്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെളിവായി നിന്ന വലിയ ഒരു ളുഹൂരിയത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയാ, ഫഉലിമ, ഇവിടുന്ന് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നമൻ ഹസല ദാത്ത, മുത്തുനബിയുടെ ദാത്ത് ലഭിച്ച ഒരാള്, അല്ലെങ്കിൽ ദാത്തിനെ കിട്ടിയ ഒരാള്, ദാത്തിനെ, അള്ളാഹുവിന്റെ ദാത്തിനെ ലഭിച്ചതായ ഒരാള്, ഫൽ അസ്മാഉ തഹത്ത ഹുക്കുമിഹി, എല്ലാ നാമങ്ങളും ആ പറയപ്പെട്ട ദാത്തിന്റെ കീഴിലായിരിക്കും. കാരണം ദാത്തിൽ നിന്നാണല്ലോ ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ ദാത്തിനെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്ത് അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്ന് പറയുന്ന എല്ലാ അസ്മാകളും ഈ ദാത്തിന്റെ കീഴിലാണ് ഉണ്ടാകുക. അപ്പൊ ദാത്തിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയതായ പവർ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വലൈസ കുല്ലുമൻ ഹസലൽ അസ്മാ യകൂനുൽ മുസമ്മാ മുഹസ്സലൻ, എല്ലാവർക്കും നാമങ്ങൾ സൂചിപ്പിക്കുന്ന യഥാർത്ഥമായ സത്ത ലഭിച്ചു കൊള്ളണമെന്നില്ല. നാമങ്ങൾ ലഭിച്ച എല്ലാവർക്കും, പ്രവാചകന്മാർക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ചിലർ അസ്മാകളിൽ മാത്രം ഫന ആയി നിൽക്കും. അതുകൊണ്ടാണ് മുഹഖിഖീങ്ങളായ അള്ളാഹുവിന്റെ യാഥാർത്ഥ്യങ്ങൾ ശരിയായ രീതിയിൽ അനുഭവിച്ചറിഞ്ഞ ആളുകൾക്ക് അള്ളാഹുവിന്റെ ദാത്തിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, ദാത്തിനെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് സൂഫി ലോകം എന്ത് ചെയ്തിട്ടുണ്ട്, അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഹഖായിഖിലേക്ക് എത്തിയതായ സൂഫി ലോകം. അതുകൊണ്ട് അള്ളാഹുവിന്റെ അസ്മാഉകളെ ലഭിച്ച എല്ലാവർക്കും യകൂനുൽ മുസമ്മാ മുഹസ്സലൻ ഇൻദഹു, അള്ളാഹുവിന്റെ നാമങ്ങൾ സൂചിപ്പിക്കുന്ന യഥാർത്ഥമായ സത്ത ലഭിച്ചു കൊള്ളണം എന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സത്ത എന്ത് ചെയ്തിട്ടുണ്ട്, ദാത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്, ദാത്തിനെ അനുഭവിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ് ഇവിടെ മധ്യയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അതുകൊണ്ടാണ് വലിദാലിക ഫുദ്ദിലത്തു സ്വഹാബത്തു അലൈനാ, ഇതുകൊണ്ടാണ് സ്വഹാബത്തിനെ നമ്മളെക്കാളും ശ്രേഷ്ഠമാക്കപ്പെടുന്നത്. ഈ ഒരു സംഗതി കൊണ്ടാ ലോകത്തുള്ള മൊത്തം പ്രവാചകന്മാരുടെ ഉമ്മത്തിനേക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണം എന്താ? ഇത് വ്യക്തമായിട്ട് ഹദീസുകളിൽ ഉള്ളതല്ലേ, വ്യക്തമായിട്ട് പണ്ഡിതവചനങ്ങളിൽ ഉള്ളതല്ലേ. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ അറിയുന്നതായ പ്രവാചകന്മാര് ഈ ലോകത്ത് ഉണ്ടായിരിക്കെ, ആ പ്രവാചകന്മാരുടെ ഉമ്മത്തും ഉണ്ടായിരിക്കെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനിക്ക് എല്ലാ ഉമ്മത്തിനേക്കാളും ശ്രേഷ്ഠത ലഭിക്കാനുണ്ടായ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ അസ്മാകളുടെ യഥാർത്ഥ സത്തയാകുന്ന ദാത്തിനെ ലഭിച്ച് ആ ദാത്തായിട്ട്, ആ ദാത്തിനെ ലഭിച്ച ആളായിട്ട് ഇവിടെ നിന്നതുകൊണ്ട് ആ ദാത്തിനെ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് സ്വഹാബത്ത്. അതുകൊണ്ട് സ്വഹാബത്തിനെ നമ്മളെക്കാളും ശ്രേഷ്ഠമാക്കപ്പെട്ടു. കാരണം ലിഅന്നഹും ഹസലുദ്ദാത്ത, അവർ മുത്തുനബി അള്ളാഹുവിന്റെ ദാത്തിൽ ഫനാ ആയി നിൽക്കുന്ന മുത്തുനബിയുടെ ദാത്തിനെ എന്ത് ചെയ്തതാണ്, കിട്ടിയ ആളുകളാണ്. വഹസൽനാ നഹ്നു അൽ ഇസ്മ, നമുക്കോ അതിന്റെ ഇസ്മിനെ എന്ത് ചെയ്തിട്ടുള്ളൂ, കിട്ടിയിട്ടുള്ളൂ. ആ ദാത്തിൽ നിന്ന് വെളിവായതാണ് പിന്നെന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്നാൽ വലമ്മാ റാഅയ്നൽ ഇസ്മ മുറാഅതിഹിം അദ്ദാത്ത, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തിനെ ആദരിച്ച രീതിയിൽ നാം ആ ഇസ്മിനെ ആദരിക്കുകയാണെങ്കിൽ, ഇസ്മ പറഞ്ഞ വെളിവെട്ട് നിൽക്കുന്നതായ അവിടുത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫമാരായ ആളുകൾ ട്ടോ, അവരെ നാം ബഹുമാനിക്കുകയാണെങ്കിൽ, അവരെ നാം ആദരിക്കുകയാണെങ്കിൽ ലൂഇഫലനൽ അജ്റു, നമുക്ക് പ്രതിഫലം ഇരട്ടിപ്പിക്കപ്പെടും, പ്രതിഫലം ഇരട്ടിപ്പിക്കപ്പെടും. സ്വഹാബത്തിന് ആ ദാത്തിനെ നേരിട്ട് കാണാൻ എന്ത് ചെയ്തതാണ്, ഭാഗ്യം ലഭിച്ച ആളുകളാ. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ആ
ദാത്തിന്റെ പിന്നീട് അതിന്റെ അസ്മാകളും അതിന്റെ സിഫത്തുകളുമായ ഈ ലോകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന വസ്തുവിനെ എന്ത് ചെയ്തതാണ്? പരിഗണിക്കാൻ ഭാഗ്യം കിട്ടിയതാണ്. അപ്പൊ മുത്തുനബി ആ ദാത്തിനെ പരിഗണിച്ചതുപോലെ ആ ദാത്തിൽ നിന്ന് വെളിവായ ഇസ്മുകളെ നാം പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിഫലങ്ങൾ അധികരിക്കപ്പെടും. അതോടൊപ്പം ഫലി ഹളറത്തിൽ വൈബിയ, അതോടൊപ്പം തന്നെ ഒരു വൈബിന്റെ സാന്നിധ്യം, ഒരു പ്രത്യക്ഷ സാന്നിധ്യമില്ലാത്ത അവസ്ഥയാണ് നമുക്കുള്ളത്. ലം തകുല്ലഹും, അത് സ്വഹാബത്തിനുണ്ടായിട്ടില്ല. സ്വഹാബത്തിനക്ക് ഇല്ലാത്ത ഒരു പ്രത്യക്ഷമായ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥയാണല്ലോ നമുക്കുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യക്ഷ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥ എന്നാ ഇബ്നു ഹർബി തങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രധാന ഖലീഫയായ അബുൽ അബ്ബാസുൽ മർസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലവിഹ്തജബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർഫത ഐനിൻ, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും എന്നിൽ നിന്ന് ഒരു സെക്കൻഡ് മാറി നിന്നാൽ ലമാ അദത്തു മിനൽ മുസ്ലിമീൻ, ഞാൻ പിന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അപ്പൊ വൈബിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞ ഒരു സംഗതി, ആ ബോധതലത്തിൽ നിൽക്കുന്ന അദൃശ്യ സാന്നിധ്യം, മുത്തുനബിയുടെ അദൃശ്യ സാന്നിധ്യം എന്ന് പറയുന്നത് ഇന്ന് കാലഘട്ടത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മുത്തുനബിയുടെ കാലഘട്ടത്തിന് ശേഷം ജീവിക്കുന്ന സമൂഹത്തിനുണ്ട്. ആ അദൃശ്യ സാന്നിധ്യം ഇല്ലാത്ത ആളുകളും മുത്തുനബിയുടെ കാലത്ത് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ്, സ്വഹാബത്തിനക്ക് ആ പറയുന്ന മുത്തുനബിയുടെ ദാത്തിനെ ദർശിക്കുക എന്ന് പറയുന്ന ഉന്നതമായ പവർ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാ അവർക്കില്ലാത്ത ഒരു അദൃശ്യതയുടെ സാന്നിധ്യം ഈ ഉമ്മത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഫകാന ലനാ തളഈഫുൻ അലാ തളഈഫിൻ, അതോടൊപ്പം ആ ദാത്തിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച ആളുകൾക്ക്, അതനുസരിച്ച് സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ഇരട്ടി 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 പ്രതിഫലം എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. കാരണം ഫനഹനുൽ ഇഖ്വാൻ വഹുമുൽ അസ്ഹാബ്, നമ്മൾ മുത്തുനബിയുടെ സഹോദരങ്ങളും അവർ മുത്തുനബിയുടെ അസ്ഹാബ് അനുചരന്മാരുമാണ്. എത്തരത്തിൽ വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈനാ ബിൽ അശ്വാഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബല്ലാത്ത അനുചരന്മാരല്ലാത്ത മുത്തുനബിയുടെ കാലശേഷം വന്ന നമ്മളെ കാണണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാംക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഹദീസിലുള്ള സംഭവമാണ്. ഞാനത് പറഞ്ഞുതരാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്തു? കരഞ്ഞു. ബക്കാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. അപ്പൊ ഫഖാലു, സഹാബത്ത് ചോദിച്ചു, മാ യുബിക്കിക യാ റസൂലല്ലാഹ്, എന്താണ് നിങ്ങളെ കരയിപ്പിച്ച വസ്തു എന്ന് ചോദിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മറുപടിയായിട്ട് പറഞ്ഞത്, ഇസ്തഖ്തു ലി അഹ്ബാബി അല്ലെങ്കിൽ വലിയ ഇഖ്ബാനി. രണ്ട് അഭിപ്രായമുണ്ട്, രണ്ട് റിവായത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ എന്റെ സഹോദരന്മാരെ കാണാൻ അവരോട് വല്ലാത്ത ആഗ്രഹം തോന്നി. എനിക്ക് അവരെ കാണണം എന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അവലസ്ന അഹ്ബാബക യാ റസൂലല്ലാഹ്, ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ലാ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ ഇഷ്ടപ്പെട്ട അഹ്ബാബിങ്ങളല്ല, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. അപ്പൊ എന്താണ് അഹ്ബാബ് എന്ന് പറഞ്ഞ? അവിടുന്ന് പറഞ്ഞു, അമ്മ അഹ്ബാബി ഫഖൗമുൻ യഅ്തൂന മിൻ ബഅദി, ഞാൻ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ, എന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം വരുന്ന ഒരു ജനതയാണ്. യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. എന്നിട്ട് ഈ ഹദീസ് ഇട്ടിട്ട് പണ്ഡിതന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്നോടും നിങ്ങളോടും. എന്താ? ഫഹൽസ്തഖതും ലിൽ ഹബീബ്, ഹബീബിനെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? കമസ്തഖാലഹുമുല്ലദീ അഹബ്ബകും വലം യറക്കും, നിങ്ങളെ കണ്ടിട്ടില്ലാത്ത ഹബീബ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ഹബീബിനെ കാണാൻ ആഗ്രഹമില്ലേ എന്നൊരു ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ചോദിക്കുന്നുണ്ട്. ആ ഹബീബിനെ കണ്ടാലേ അള്ളാഹിനെ അറിയാൻ പറ്റുള്ളൂ. ആ ഹബീബിനെ അടുത്തറിഞ്ഞാലേ അള്ളാഹിനെ അറിയാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാ? വരാ. അപ്പോൾ എന്ത് ചെയ്യാ? ഇതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷ പ്രകടിപ്പിക്കുകയും കാണാത്തതിന്റെ പേരിൽ കരയുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അതായത് സഹാബത്തിനെ പോലെ കാണുക എന്നുള്ളതാണ്. പിന്നെ സഹാബത്ത് അടുത്തറിഞ്ഞിട്ട് കണ്ടതാണല്ലോ. ഇതുപോലെ നമ്മളെ എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല എന്നാ. എന്നാലും നമ്മളെ കണ്ടിട്ടില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അഅ്മാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും എനിക്ക് എന്ത് ചെയ്യുക? വെളിവായി കാണിക്കപ്പെടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ നിന്നുകൊണ്ട് മുത്തുനബി ഇന്നും നമ്മളുടെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്. അതാണ് ഒരു മുഅ്മിന്റെ, അവിടെയാണ് ഒരു മുഅ്മിന്റെ
ഈമാൻ, മുത്തുനബിയോടുള്ള ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. നിങ്ങളെ പ്രവർത്തനങ്ങളെ കാണിക്കപ്പെടുന്ന നിങ്ങളെയും കാണിക്കപ്പെടുന്ന അവിടുന്ന് വന്നല്ലോ. പ്രവർത്തനങ്ങൾ കാണണമെങ്കിൽ ആളെ കാണണ്ടേ? അപ്പൊ അതുകൊണ്ട് ആ കാണലുണ്ട്. അതല്ലാതെ സ്വഹാബത്തുമായിട്ട് സഹാബത്തിനെ പോലെ ഇടപഴകി ജീവിച്ച രീതിയിൽ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അവര് എൻ്റെ ഇഹ്വാനികളാണ്, അവരെന്റെ അഹ്ബാബികളാണ്, അവർക്ക് പ്രതിഫലം കൂടും, അവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് മഹാരഥന്മാരെന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളിൽ നിന്ന്, ഈ കാലഘട്ടത്തിൽ മുത്തുനബിയുടെ കാലശേഷം ജീവിച്ച നമ്മളിൽ നിന്ന് സൽക്കർമ്മം ചെയ്യുന്ന ഒരാൾക്ക് മുത്തുനബിയോടുള്ള മഹബത്തിന്റെ പേരിൽ, മുത്തുനബിയോടുള്ള ഇഷ്കിന്റെ പേരിൽ, മുത്തുനബിയെ മനസ്സിലാക്കിയിട്ട് ഒരാൾ സൽക്രമം ചെയ്താൽ അജുറു 50 മിമ്മൻ യഅമലു ബിഉമ്മാലിഹിം, സ്വഹാബത്ത് ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് 50 സ്വഹാബത്തിന്റെ പ്രതിഫലം എന്ത് ചെയ്യും? കിട്ടും. സഹാബത്ത് ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് 50 സഹാബത്തിന്റെ പ്രതിഫലം കിട്ടും. ലാക്കിമിൻ അംസാലിയും, പക്ഷെ സഹാബത്തിനെ പോലെയുള്ളവര്, നമ്മൾ പറയലില്ലേ അവൻ മുരീദാണ്, പക്ഷെ അവൻ ഒരു ഉറച്ച മുരീദാണ് എന്ന് പറയലില്ലേ? രണ്ട് അവസ്ഥ ഉണ്ടല്ലോ. അതാണ് സഹാബത്തിനെ പോലെയുള്ളവർ. ലാമിൻ അയ്യാനിഹിം, സഹാബികളിൽ നിന്ന് യഥാർത്ഥമായ വ്യക്തിത്വങ്ങളിൽ നിന്നുള്ളതായ 50 സഹാബത്തിന്റെ പ്രതിഫലം അല്ലട്ടോ. പരിപൂർണമായി അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്മാഇനെ അറിഞ്ഞവരുണ്ട്, റസൂലുള്ളാന്റെ സിഫത്തിനെ അറിഞ്ഞവരുണ്ട്, റസൂലുള്ളാന്റെ ദാത്തിനെ അറിഞ്ഞവരുണ്ട്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ചില സ്വഹാബത്തിനെ മറ്റുള്ളവരെക്കാളും പുകഴ്ത്താനുണ്ടായ കാരണം. അലി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ പുകഴ്ത്തി? വേറെ രീതിയിൽ പുകഴ്ത്തിയിട്ടുണ്ട്. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വേറെ രീതിയിൽ പുകഴ്ത്തിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വേറെ രീതിയിൽ പുകഴ്ത്തിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് എന്നിൽ പരിപൂർണമായി ഫനാഹ് ലഭിച്ച ആളാണെന്നാ. അവിടെ മുത്തുനബിയുടെ ദാത്തിൽ തന്നെ ഫനാഹ് ലഭിച്ച ആളാണെന്നാ. ഇവിടെ ദാത്തിൽ ഫനാഹ് എന്ന് പറഞ്ഞാൽ ദാത്താണെന്നൊന്നും ധരിക്കണ്ടട്ടോ. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മഹാരഥന്മാർ അംഗീകരിച്ചതാണ്. എന്ത് ചെയ്യുക, അതൊരു ഭാഷാ പ്രയോഗമാണ്. സൂഫികളുടെ അനുഭവ ലോകത്തുള്ളതായ ചില പ്രയോഗങ്ങൾ ഭാഷാ തലത്തിലേക്ക് എന്ത് ചെയ്യുമ്പോൾ വരുമ്പോൾ അതിനൊരു പരിമിതി ഉണ്ട്. അതിനെ ആ അളവുകോല് വെച്ച് അളക്കരുത്. അത് അനുഭവത്തിലൂടെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. തെളിവുകൾക്കപ്പുറമുള്ള ഒരു ദർശന ലോകമുണ്ട് എന്ന് സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മഹാരഥന്മാർ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇങ്ങനൊരു ലോകമുണ്ട്, അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ ബഹുമാനിച്ചത്. അള്ളാഹു ബഹുമാനിച്ച നമ്മൾ ആ ഒരു ബഹുമാന ലോകത്തിലേക്ക് എത്തണ്ടേ എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇതൊക്കെ പറയാനുണ്ടായ കാരണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ ആശയം മൊത്തത്തിൽ ഇബ്നു അറബി തങ്ങൾ ഇതിലൂടെ നൽകുന്ന ഏറ്റവും വലിയ ദർശനം എന്താണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നാമങ്ങളുടെ വാഹകനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാമങ്ങളുടെ യഥാർത്ഥ അർത്ഥമായ ആ നാമങ്ങളുടെ യഥാർത്ഥ സത്തയെ വഹിച്ച ആളാണ്. സത്ത വഹിച്ചത് കൊണ്ട് മുത്തുനബി അള്ളാഹ് എന്നൊന്നും വെക്കണ്ട. ഇത് ഞാൻ വീണ്ടും പറയാണ്, തെറ്റിദ്ധരിക്കരുത് എന്ന് വീണ്ടും എന്ത് ചെയ്യാണ് പറയാണ്. ആ സത്തയെ വഹിച്ച ആളാണ്. നേരെ മറിച്ച് സ്വഹാബികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് ആ സത്തയെ വഹിച്ച സത്തയുടെ നേരിട്ടുള്ള ദർശനം സാന്നിധ്യം ലഭിച്ചവരാണ് സ്വഹാബത്ത് എന്നുള്ളത്. പിന്നീട് വന്ന ഉമ്മത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തിനെ കാണാതെ വിശ്വസിച്ചതായ ആളുകളാണ്. അതായത് ദാത്തിനെ കാണുകയും ആ ദാത്തിനെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ആത്മീയ നിലയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാണാതെ വിശ്വസിക്കുകയും ആ ദാത്തിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് മറ്റൊരു നിലയാണ് എന്നും വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച, അങ്ങനെ സ്വീകരിച്ച ഒരാളാണ് ഞാൻ എന്നാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ലോകത്തെ പഠിപ്പിക്കുന്നത്. അതിനെ അംഗീകരിക്കുന്നതോ ലോകത്ത് അംഗീകരിച്ച ബഹുമാനപ്പെട്ട ഇമാം ഖുത്ബ് ഷഅറാനി. ഇവിടെയാണ് ഊതീതു ജവാമിഅൽ കലിം എന്ന് പറഞ്ഞ ഈ ലോകത്തുള്ള മൊത്തം അസ്മാകളുടെയും സിഫത്തുകളെയും എനിക്കറിയാം, അതിനു മുമ്പേ ആ ലോകത്തെ അസ്മാകളുടെ യഥാർത്ഥ സത്തയെ സംബന്ധിച്ചും എനിക്കറിയാം എന്നാണ് ലോകത്തെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് എന്നാണ് ഈ പറയുന്ന ആയത്തിന്റെ വിശദീകരണം. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദാത്തിലും സിഫത്തിലും അസ്മായിലും പരിപൂർണമായി ലയനം പ്രാപിച്ച ആളിലൂടെ നമുക്ക് ഹക്കിനെ കണ്ടെത്താൻ സാധിക്കും. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ലോകത്തറിയപ്പെട്ട ഔസിന്റെ മക്കാമിലാണ് എന്ന് അറിയപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ
തന്റെ ശിഷ്യന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞുകൊടുത്ത ഗ്രന്ഥമാകുന്ന കിതാബുൽ ഇബ്രീസ് എന്ന് പറയുന്ന ഗ്രന്ഥം തന്റെ ശിഷ്യനാകുന്ന അഹ്മദ് മുബാറക് തങ്ങൾ ചോദിച്ചു, അള്ളാഹുവിനെ അറിയാൻ എന്താണ് വഴി? അവിടുന്ന് പറഞ്ഞു, ഇന്നൽ അബ്ദ ലാ യഅരിഫു ലാ യനാലു മഅരിഫത്തല്ലാഹി ഹത്താ യഅരിഫ സയ്യിദുൽ വജൂദ്. അള്ളാഹുവിനെ അറിയണമെങ്കിൽ സയ്യിദുൽ വജൂദായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണം, എന്നാലാണ് ഹഖിനെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്നിട്ട് വീണ്ടും പറഞ്ഞു, വലാ യഅരിഫു സയ്യിദുൽ വജൂദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യഅരിഫ ശൈഖഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണമെങ്കിൽ ഹത്താ യഅരിഫ ശൈഖഹു, ആ മുത്ത് നബിയെ പരിപൂർണമായി അറിഞ്ഞ ഒരു കാലഘട്ടത്തിലെ ഷെയ്ഖിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? അറിയണം. അള്ളാഹ്, ആദം, മുഹമ്മദ്, മശായിഖന്മാര്, മഅരിഫത്ത്, ഒരേ മഅരിഫത്തിന്റെ രഹസ്യം ഇവിടെ ബോധ്യമാകാണ്. ആ മഅരിഫത്ത്, അള്ളാഹുവിനെ അറിയാനുള്ള ആ മഅരിഫത്തിന്റെ രഹസ്യം എന്ത് ചെയ്യാണ്? ഇവിടെ വെളിവാക്കി തീരാണ് മഹാരഥന്മാർ. അപ്പൊ അടുത്ത് വീണ്ടും പറയാണ് മഹാനവറുകൾ, വലാ യഅരിഫു ശൈഖഹു, അവന്റെ ഷെയ്ഖിനെ അവന് അറിയാൻ സാധിക്കൂല, ഹത്താ യമൂതൻ നാസു ഫീ നളിരിഹി, ജനങ്ങൾ അവന്റെ നോട്ടത്തിൽ മരിച്ചാലല്ലാതെ. ജനങ്ങൾക്ക് യാതൊരുവിധ വുജൂദും കാണാതെ, അവരുടെ പ്രശംസയോ അവരുടെ അംഗീകാരമോ അവരുടെ ശ്രദ്ധയോ ഒന്നും മനസ്സിൽ എന്ത് ചെയ്യുക, അവരുടെ ഉപകാരമോ ഒന്നും മനസ്സിൽ കാണാതെ ജീവിക്കാൻ കഴിയണം. ഫലാ യുറാഖിബുഹും വലാ യുറാഇഹിം, അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാനോ അവരെ പരിഗണിക്കാനോ എന്തില്ല, പാടില്ല. അതുകൊണ്ട് ഫസല്ലി അലൈഹിം സലാത്തൽ ജനാസ, അവരുടെ മേൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം. മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ, ജനങ്ങളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അവരൊക്കെ മയ്യത്തായിട്ട് എന്ത് ചെയ്യണം? കാണണം. അല്ലെങ്കിൽ നമ്മളൊരു മയ്യത്തായിട്ട് ഈ ലോകത്ത് ജീവിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, മൻ അറാദ അൻ യൻദുറ ഇലാ മയ്യിത്തിൻ യംശി ഫൗഖൽ അർളി ഫൽയൻദുർ ഇലാ അബീബക്കർ. ഭൂമിക്കുമേലെ നടക്കുന്ന മയ്യത്തിനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിക്കൊള്ളാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ? അതായത് മയ്യത്തായിട്ട് എന്ത് ചെയ്യുക, എനിക്ക് പ്രവർത്തനമില്ല, എൻ്റെ ഗുരുവിനെ പ്രവർത്തനമുള്ളൂ എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ മുന്നിൽ നിന്ന മഹാൻ, ഞാനില്ല എൻ്റെ മുത്തുനബിയെ ഉള്ളൂ എന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന മഹാൻ, അപ്പളേ മയ്യത്താവുള്ളൂ. മയ്യത്തിന് പ്രവർത്തനം ഉണ്ടോ? മയ്യത്തിന് വുജൂദുണ്ടോ? മയ്യത്തിന് അനക്കുണ്ടോ? ആട്ടുണ്ടോ? ഒന്നുമില്ല. ആട്ടം അനക്കവും എൻ്റെ ആട്ടവും അനക്കവും എല്ലാം എൻ്റെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് അനുഭവതലത്തിൽ ബോധ്യമായ ആളാണ് എന്ന് ലോകത്തെ തൻ്റെ ആത്മീയ ഗുരുവിനെ, തൻ്റെ ശിഷ്യനെ സംബന്ധിച്ച് ലോകത്തിന്റെ ഗുരു ലോകത്തോട് പഠിപ്പിക്കുകയാണ്. ഈ രീതിക്കാകണം. ഈ രീതിക്കായാൽ എന്ത് ചെയ്യുക, തൻ്റെ ഷെയ്ഖിനെ സംബന്ധിച്ച് അറിയാൻ പറ്റും. കാരണം ഷെയ്ഖ് ഹക്കിൽ ഫനാ ആയി നിൽക്കുന്ന ആളാണ്. ഹക്കിൽ ഫനാ ആയി നിൽക്കുന്ന ഷെയ്ഖിനെ സംബന്ധിച്ച് ഉൾക്കാഴ്ചയോടുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരെ കുറിച്ച് അറിയാൻ പറ്റും? ഹക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഷെയ്ഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഫനാ ആയി നിൽക്കുന്ന ആളാണ്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിപൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ ദാത്തിന്റെ വാഹകനാണ്. ദാത്തിന്റെ വാഹകനായിട്ട് നിൽക്കുമ്പോഴോ അതിൽ അസ്മാകൾ ഉണ്ടാവും, അതിൽ സിഫത്തുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ ആ ദാത്തിൽ ഫനാ ആയി നിൽക്കുന്ന മുത്തുനബിയെ അറിഞ്ഞാൽ ഹക്കിനെ അറിയാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ശൈഖുനാ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനറിയാനുള്ള മാർഗം എന്താണെന്ന് തൗഹീദ് മാലയിൽ കുന്നത്തേരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താ? മുർശീദെ കൊണ്ട് സംഇട്ടേ മാന്യറുകൾക്കല്ലാതെ പോലും ഹഖീഖത്ത് എത്തൂലെന്നാളും ചൊല്ലാതെ. ഒരു മുർഷിദിനെ കണ്ടെത്തിയിട്ട് ആ മുർഷിദിനെ ആത്മീയപരമായി മനസ്സിലാക്കുകയും ഉൾക്കാഴ്ചയോടുകൂടെ മനസ്സിലാക്കിയതായ ആളുകൾക്ക് ഹഖീഖത്ത് ബോധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ശൈഖുനാ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത് തൗഹീദ് മാലയിലൂടെ ഒരു മുർഷിദിനെ ആത്മീയപരമായി ഉൾക്കാഴ്ചയിലൂടെ മനസ്സിലാക്കിയ ഈ ഹഖീഖത്തൊക്കെ ബോധ്യാകും. ഇവിടെ അള്ളാഹിനെ അറിയണമെങ്കിൽ ആരറിയണം? അമ്പിയാക്കൾ അറിയണം. അമ്പിയാക്കൾ അറിയണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണമെങ്കിൽ അവിടുത്തെ മക്കാമിൽ നിൽക്കുന്ന ആ പറയുന്ന അവിടുത്തെ ഖലീഫമാരായ ആളുകളെ അറിയണം എന്നുള്ള ഹഖീഖത്തൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ലോകത്ത് അവരുടെ മക്കാമിൽ നിൽക്കുന്ന, അവരുടെ ഖിലാഫത്ത് അലങ്കരിച്ച് നിൽക്കുന്ന ഒരു ഷെയ്ഖിനെ ഉൾക്കാഴ്ചയിലൂടെ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് ശൈഖുന പറഞ്ഞത് എന്താ? മണിമക്കത്തവതരിത്തവസാന നബിയായേ മഹാത്മാവിൻ ഖിലാഫത്ത് വഹിത്തിടുമേ അപ്പോൾ ബശരിയ സിഫാത്താകെ കരിന്തിടുമേ.
മണിമക്കത്ത് അവതരിച്ച അവസാന നബിയായ മഹാത്മാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിലാഫത്ത് വഹിക്കുന്ന ആളുടെ ബശരിയായ മുഴുവൻ വിശേഷണങ്ങളും കരിഞ്ഞിട്ടുണ്ടാവും. ബശരിയായ വിശേഷണം എന്ന് പറഞ്ഞാൽ മുത്തുനബി ബശരിയായ മാനുഷികമായ എല്ലാ ഊട്ടുഗുണങ്ങളും കരിഞ്ഞു നിൽക്കുന്ന ആളാണ്. അവര് ഹക്ക് ഇബ്നു അറബി തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അസ്മായിലും അള്ളാഹുവിന്റെ സിഫത്തിലും അള്ളാഹുവിന്റെ ദാത്തിലും ഫനായി നിൽക്കുന്ന ആളാണ്. അപ്പൊ അവരിൽ ബശരിയായ സിഫത്ത് ഉണ്ടാവോ? ഇല്ല. അവരുടെ ഖിലാഫത്ത് അലങ്കരിച്ച് നിൽക്കുന്ന മുർഷിദായ മനുഷ്യനിൽ പിന്നെ പറയുന്ന ആ വിശേഷണങ്ങൾ അവന്റെ വിശേഷണങ്ങൾ ഉണ്ടാവോ? ഇല്ല, മുത്തുനബിയുടെ വിശേഷണങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ മുത്തുനബിയെ ശരിയായ രീതിയിൽ അവർ അറിഞ്ഞവരാണ്. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. മുർഷിദിനെ അറിഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്മായിലും സിഫാത്തിലും ദാത്തിലും ഫനാ ആകാൻ പറ്റും. കാരണം മുത്തുനബി അങ്ങനെ ഫനായി നിൽക്കുന്നതാണ് അള്ളാഹുവിൽ. അതുകൊണ്ട് തണി ചെയ്യും മക്കാമീദിൽ നുബുവത്തിൻ അസ്റാറ് സകലതും നിറൈന്തിടും ളുഹൂരിയത്ത് ഇല്ലാത്തതിനാലെ നബി എന്നുള്ളിസ് മോഴിത്ത്. ഈ മക്കാമിൽ മുത്തുനബിയുടെ ഖിലാഫത്ത് വഹിച്ചു നിൽക്കുന്നതായി മക്കാമില് നുബുവത്തിന്റെ സകലമാന രഹസ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ലുഹൂരിയത്തായി വെളിപ്പെട്ട് നിൽക്കുന്ന ആളായിട്ടായിരിക്കും തന്റെ ആത്മീയ ഗുരു ഉണ്ടാകുക. ആ ആത്മീയ ഗുരുവാകുന്ന മുർഷിദിനെ സംഇട്ട ഉൾക്കാഴ്ചയിലൂടെ ഉൾക്കാഴ്ചയിലൂടെ മനസ്സിലാക്കിയ ആളുകൾക്കല്ലാതെ ഞാൻ ഈ പറഞ്ഞ ഹഖീഖത്ത് ബോധ്യാവൂല എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ റഹ്മത്തുള്ളാഹി അലൈഹി എന്തിയെ പറയാണ്. ഇബ്നു അറബി തങ്ങൾ പറഞ്ഞ ഹഖീഖത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്ത് ചെയ്യുക, അവര് മുത്തുനബി ആയിന്ന അല്ലെങ്കിൽ അവർ അള്ളായിന്ന അങ്ങനൊന്നുമല്ല. അവര് ആ കാലത്ത് പിന്നെ അവരുടെ പേര് മാറും. എന്താ? ഇസ്മോഴിത്ത് ഇന്ദേ മക്കാമിൽ കാമിൽ എന്നും ഇത് പോൽ കുമ്മൽ എന്നും മക്മേലെന്നും അസമായി ശംഭും മാകാമാത്ത് പലതുണ്ടിന്നും. അവിടെ പിന്നെ പേര് മാറും. തരുളെ ഏഴാമത്തേതായിട്ടുള്ള റുതൂബത്ത് തന്നിൽ കടന്നേ പിൻ ഇല്ലന്നൂബുവത്ത്. ഈ മക്കാമിലേക്കൊക്കെ എത്തിപ്പെട്ടാൽ മുത്തുനബിയുടെ ഖിലാഫത്തിന്റെ വാഹകനായി ഈ ലോകത്ത് നിലനിൽക്കുമ്പോ അവരിൽ നബി എന്ന പേരുണ്ടാവൂല. മറിച്ച് അവരുടെ പേര് മാറിയിട്ട് കാമിലി എന്നോ കുമ്മലി എന്നോ അക്മലി എന്നോ അസ്മായി ശംഭും മാകാമാത്ത് പലതുണ്ടിന്നും. കുത്തുബെന്നോ ഔസുന്നോ അബ്ദാലെന്നോ നുജബാഹെന്നോ ഇതുപോലത്തെ പേരുകളായിരിക്കും. കുത്തുബുൽ അഖ്താബെന്നോ ഇതുപോലത്തെ പേരുകളായിരിക്കും ഉണ്ടാകുക. ആ മക്കാമിൽ അവർ നിന്ന പദേബി പെറ്റ് ഇന്ദേ മക്കാമിൽ വൂജൂദിന്റെ ഫലക്കുകൾ ആകെയും അവരിൽ ദൗറ നപ്പൾ പറയും കൂത്തൂബെന്ന മഹിമ പേരാ. അള്ളാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിലാഫത്തിന്റെ വാഹകനായി ഈ ലോകത്ത് നിൽക്കുന്ന മുറബ്ബിയായ ഷെയ്ഖായിട്ട് മുർഷിദായിട്ട് ഈ ലോകത്ത് നിൽക്കുന്ന ആൾ ഈ വുജൂദിന്റെ ഫലക്കുകൾ, ഈ ഗോളത്തിന്റെ ഫലക്കുകൾ മുഴുവനും ഗോളങ്ങൾ മുഴുവനും ഇവനിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവന് ലോകത്തിന്റെ അച്ചുതണ്ട് എന്ന പേരുള്ള കുത്തുബ് എന്ന അപരനാമം നൽകും. അപ്പോൾ പറയും കുത്തൂബ് എന്ന മഹീമപ്പേര. ഇത് കുന്നത്തേരി തങ്ങൾ റഹ്മത്തുള്ളാഹി അലി അവരുടെ ഇഷ്ടപ്രകാരം പാടിയൊന്നല്ല. ഇത് മഹാരഥന്മാര് ഇഷ്ടം പോലെ മഹാരഥന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നിർവചനം എഴുതി വെച്ചിട്ടുണ്ട്. ഇൻസാൻ കാമിൽ അബ്ദുൽ കരീമിൽ ജീലിയെ പോലത്തെ ലോകത്തറിയപ്പെട്ട മഹാരഥന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അഭിപ്രായം എഴുതി വെച്ചിട്ടുണ്ട്. അത് പാട്ടാക്കിയെന്നേ ഉള്ളൂ. മഹാനവഴുക അതിന്റെ അവസാനം പറയുന്നുണ്ട്, എന്താ? മണിമുത്ത് ഹാദിയാം ഷഫീഉൽ ഉമ്മ തങ്ങൾ മക്കാമിൽ നിൽക്കും മുറബ്ബിയെ കൊണ്ടല്ല ഇതെന്നും മനം തഹൂറാക്കുവാൻ വഴികളില്ല. ആ മണിമുത്ത് ഹാദിയായ ഷഫീഉൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ശുപാർശകനായ തങ്ങളുടെ മക്കാമിൽ നിൽക്കുന്ന മുറബ്ബിയായ ഷെയ്ഖിനെ കൊണ്ടല്ലാതെ മോനെ ഹൃദയം ശുദ്ധിയാക്കാൻ വഴികളില്ല. ഈ മക്കാമിൽ നിൽക്കാത്ത അസ്മാകൾ മനസ്സിലാക്കിയ, സിഫത്തുകൾ മനസ്സിലാക്കിയ, പരിപൂർണതയിലേക്ക് എത്താത്തതായ മശായഹന്മാരും ഈ ലോകത്തുണ്ട് കേട്ടോ. പക്ഷെ അവരിലൂടെ പരിപൂർണമായിട്ട് ഹൃദയത്തെ ശുദ്ധിയാക്കാനോ, പരിപൂർണമായി ഹഖ് തആലയിൽ ഫനാ ആകാനോ, പരിപൂർണമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഫനാ ആകാനോ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധിക്കണമെങ്കിൽ ഈ രീതിക്ക് മുത്തുനബിയുടെ അസ്മാകളിലും സിഫാത്തിലും ദാത്തിലും ഫനാ ലഭിച്ച ആളുകളിലെ ഇത് പറ്റുള്ളൂ. ദാത്തിൽ ഫനായി ലഭിക്കോ ഇല്ല എന്നുള്ളത് ചർച്ച. ദാത്തിൽ ഫനായി ലഭിച്ചാൽ ഇത് അള്ളാഹുവിന്റെ ദാത്തായിട്ട് മാറിയിട്ട് അള്ളായിട്ടണ്ട് മാറുന്നൊക്കെയാണ് ഇന്ന് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനൊന്നും അല്ല.
തിരിഞ്ഞോ? ഇതൊക്കെ അനുഭവ തലത്തിൽ മനസ്സിലാക്കണം. അങ്ങനെ ഒന്നും അല്ലാന്ന് സൈനുദ്ദീൻ തഫ്താസാനിയെ പോലത്തെ പറയുണ്ടല്ലോ. പക്ഷെ ഇതുപോലത്തെ ഒരു ലോകമുണ്ട്, ഇത് ലോകത്തെ അറിയിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇബ്നു അറബി ഇത് എഴുതി വെച്ചതും എന്നിട്ട് ഇബ്നു അറബി തങ്ങളുടെ ഈ വിജ്ഞാന ലോകം ലോകത്ത് ഇത് പരിചയപ്പെടുത്തേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇബ്നു അറബിയുടെ വിജ്ഞാന ലോകം മാത്രം ഉൾപ്പെടുത്തിയിട്ട് മഹാനായ ഖുത്ബ് ഷെഹ്റാനി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം രചിച്ചത്. അല്ലെങ്കിൽ ഖുത്ബ് ഷെഹ്റാനി റളിയല്ലാഹു അൻഹുവിന് ഈ ഗ്രന്ഥം രചിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഖുത്ബ് ഷെഹ്റാനി റളിയല്ലാഹു അൻഹുവിന് ഇത് രചിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അത് ഒഴിവാക്കിയാൽ മതിയായിരുന്നില്ലേ? അല്ല, അതുകൊണ്ട് ഇത് ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഖുത്ബ് ഷെഹ്റാനിയെ മാറ്റി നിർത്തിയിട്ട് ഒരു പണ്ഡിത ലോകം ഈ ലോകത്തുണ്ടോ? ഇല്ലല്ലോ. ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വചനങ്ങൾ എടുത്തുദ്ധരിച്ചവരല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റിയത് എടുക്കുക, പറ്റാത്തത് എടുക്കുക പറ്റൂല. നമുക്ക് പറ്റിക്കാൻ നമുക്ക് കഴിയണം. ഖുത്ബ് ഷെഹ്റാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാക്കുകൾ പറ്റിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. അതാണ് വേണ്ടത്. നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് അവര് ഇജാസത്ത് കൊടുത്തത്, ആമായ ഇജാസത്ത് കൊടുത്തു, ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാനം ലോകത്ത് പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ മശായിഖന്മാരുടെ മധ്യത്തിലൂടെ. ബഹുമാനപ്പെട്ട പിന്നെ അബുൽ അബ്ബാസിൽ മർസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ അന്നത്തെ കാലത്ത് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പോലത്തെ ഹിക്കമിന്റെ രചയിതാവായ മഹാനവറുകള് ലോകത്ത് ഇതുപോലത്തെ വിജ്ഞാനങ്ങൾ വിളമ്പിയപ്പോ ലോകത്ത് വിളിച്ചു പറഞ്ഞിട്ട് ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയെന്ന്. അപ്പൊ പറഞ്ഞു, എന്റെ ആത്മീയ ഗുരു അബുൽ ഹസൻ ഷാദുലി ഉണ്ട്, അവിടുന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ വിജ്ഞാനങ്ങളും ഈ പറയുന്ന ഗ്രന്ഥലോകത്തിലെ ആത്മീയ വിജ്ഞാനങ്ങളും എന്ന് പറയുന്ന വലിയൊരു ലോകത്തിലേക്ക് ഇർഫാനികൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് സൂഫിസത്തിന്റെ വലിയൊരു ഗ്രന്ഥശേഖരണം ഈ ലോകത്ത് നടത്തിയ ഞങ്ങളുടെയൊക്കെ വന്യരായ ശൈഖുന ഖുത്ബുൽ വുജൂദ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്കൊക്കെ ദർസോതി തന്ന, ഞങ്ങൾക്കൊക്കെ കിതാബോതി തന്ന മഹാനവറുകളിലൂടെയാണ്. നമുക്ക് ആവേശത്തോടുകൂടെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നാഗാസിറാജായ ഖാത്തിം നബിയാരെ നാവാൽ കലീമ ഷഹാദത്തിനെ നാണീയമാക്കി കലീമ ചൊല്ലിപ്പിച്ച താനക്കാരിൽ നിന്നും ബൈഅത്തിനെ. ശൈഖുനാ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മുത്തുനബിയുടെ നാഗാസിറാജായ ഖാത്തിം നബിയാരെ നാവാൽ, അവിടുത്തെ നാവായി അവിടുത്തെ കയ്യായി വന്ന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, വഖുൽത ഇന്ന യദി ഹാദി ലദായിമത്തുൻ ലിമൻ യുരീദു ത്വരീഖി വഹിയ ഖായിമത്തുൻ. എന്റെ ഈ കൈ ഖിയാമത്ത് നാൾ വരെ അന്നത്തെ സ്വഹാബത്തിന് അവിടുത്തെ മുരീദുമാർക്ക് ബൈഅത്ത് ചെയ്തു കൊടുത്ത ആ കൈ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ആ കയ്യിനെ മാറ്റൊന്നുമില്ല. ലിമൻ യുരീദു ത്വരീഖി വഹിയ ഖായിമത്തുൻ, എന്റെ മാർഗം ഉദ്ദേശിക്കുന്നവനിക്ക്. തിരിഞ്ഞാ നമ്മളുടെ മനസ്സിൽ സങ്കുചിതമായ മനോഭാവവും ചിന്താഗതിയും ഞാൻ പഠിച്ച അറിവാണ് ഏറ്റവും വലിയ അറിവ്, അതിന്റെ അപ്പുറത്ത് മറ്റൊരു ലോകം ഇവിടെ ഇല്ല എന്ന് പറയുന്ന ധാർഷ്ട്യത്തിൽ നിന്നാണ് ഈ സംഗതികളൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ സംഗതിയിൽ നിന്നൊക്കെ നമുക്ക് അകൽച്ച വരുന്നത്. ലോകത്ത് ഇത് അനുഭവിക്കുന്ന ഒരു ലോകം, ഒരു സുഹൃത്തുക്കൾ, ഒരു സഹോദരന്മാർ, ഒരു മുരീദുമാർ, ഒരു മശായിഖന്മാർ അപ്പുറത്തുണ്ട്. ഇതിനൊക്കെ എതിർത്ത് ഈ അനുഭവ ലോകത്തിലൂടെ വരാതെ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അറിവിന്റെ ലോകത്ത് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആയിക്കോട്ടെ, സന്തോഷം, എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷെ രണ്ടും രണ്ടു വഴിക്ക് പോയിക്കോട്ടെ. ഒന്ന് തമ്മിൽ കൂട്ടുമുട്ടിയിട്ട് തല്ലൂടാനോ അല്ലെങ്കിൽ പരസ്പരം എതിർക്കാനോ എന്ന് എന്ത് ചെയ്യണ്ട, നമ്മൾ പോകണ്ട. അതുകൊണ്ട് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഇന്നത്തെ ക്ലാസ്സിൽ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, അള്ളാഹുവിന്റെ അസ്മാകളും അള്ളാഹുവിന്റെ സിഫത്തുകളും അള്ളാഹുവിന്റെ ദാത്തും പരിപൂർണമായി വഹിച്ചു നിൽക്കുന്ന അള്ളാഹുവിന്റെ മശായിഖന്മാരായ ആളുകളും ഈ ലോകത്തുണ്ട്. അതിനു മുമ്പ് അമ്പിയാക്കളും അങ്ങനെ വഹിച്ചവരാണ്. അവരുടെ പകരക്കാരായി ഇന്നും ഈ ലോകത്ത് അതിന്റെ വാഹകർ നിലനിൽക്കുന്നു. അവരുടെ തേടുക, കണ്ടെത്തിക്കുക, ഈ ആത്മീയ ലോകത്തിലൂടെ സഞ്ചരിക്കുക, അതിലൂടെ തന്റെ ഷെയ്ഖിനെ അറിയുക, അതിന്റെ അപ്പുറം ഷെയ്ഖ് അറിഞ്ഞു നിൽക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അള്ളാഹുവിനെ പരിപൂർണമായി അറിഞ്ഞാളാണ്. അതിലൂടെ ഹക്കിൽ ഫനാ ആകുക. അതാണ് അൽ ഫനാഉ ഫി ഷൈഖി മുഖദ്ദിമത്തുൽ ഫനാഇ ഫില്ലാ. തന്റെ ആത്മീയ ഗുരുവിലുള്ള ഫനാ ആണ് അള്ളാഹുവിലുള്ള ഫനോഇന്റെ മുന്നോടി എന്ന് മഹാനായ സുൽത്താനുൽ ആരിഫീൻ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഒക്കെ പോലത്തവർ പറയാനുണ്ടായ കാരണം, ഈ ഒരു ആത്മീയ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഇതൊക്കെ കാരണമായാൽ സങ്കുചിതമായ മനോഭാവങ്ങളൊക്കെ മാറ്റി ഇങ്ങനൊരു ലോകത്തിലൂടെ എനിക്കെന്തുകൊണ്ട് സഞ്ചരിച്ചുകൂടാ, ഞാൻ ആരാണ്, എന്തിനു വന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മളുടെ ചിന്തയെ മാറ്റിയെടുത്ത് ആ വഴിയിലൂടെ അധ്വാനിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്ത്
അറിവിന്റെ ലോകമല്ല, അനുഭവങ്ങളുടെ ലോകം എന്ന് പറയുന്ന വലിയൊരു ലോകമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൃഷ്ടിപ്പിന്റെ ലോകത്തിലേക്ക് ഇബ്നു അറബി തങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.